Adorn your beauty with sparkling purity. Maharajika Gold and Diamonds. പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 51ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ലാഭവിഹിതം മുഴുവനായും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഈ മാസം 15, 16 തീയതികളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും ഖാദർ അലി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഖാദർ അലി ക്ലബിന്റെ 51ാമത് ടൂർണമെന്റ് വൻ വിജയമായി. ബുധനാഴ്ച ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ ടൂർണമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. 56,83,800 രൂപയാണ് വരവ്. 45,95,500 രൂപയാണ് ചിലവായ തുക. 5,88,300 രൂപ ലാഭം ലഭിച്ചു. 51ാമത് ഖാദർ അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ 2023 ഡിസംബർ 17 തുടങ്ങി ജനുവരി 15 വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ച്, സെവൻസ് ഫുട്ബോളിനെ സംബന്ധിച്ച് എന്നും അഭിമാനിക്കാവുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആയിരുന്നു ഈ വർഷം നടത്തിയ ടൂർണമെൻറ്റ്. അതിൻ്റെ ഈ വർഷത്തെ ടോട്ടൽ വരവ് 51,83,800 രൂപയാണ് അതിൻ്റെ വരവ്. ചെലവ് 45,95,95,500 രൂപയാണ് ചെലവ്. അതിൻ്റെ ബെനിഫിറ്റ് ലാഭം എന്ന് പറയുന്നത് 5,88,300 രൂപ ലാഭമായിട്ടുള്ള ഒരു നല്ല ടൂർണമെന്റ്, ജനങ്ങളുടെ നല്ല സപ്പോർട്ടോടു കൂടി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ അതിൻ്റെ വിജയത്തിന്റെ പിന്നിലുണ്ട്. ഒപ്പം തന്നെ പെരിന്തൽമണ്ണയിലെ ദൃശ്യവാർത്താ മാധ്യമങ്ങൾ സുഹൃത്തുക്കളുടെയൊക്കെ വലിയ പിന്തുണയോടു കൂടിയാണ് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടൂർണമെന്റിന്റെ വരുമാനം മുഴുവനായും ജീവകാരുണ്യ സാമൂഹ്യ സേവനങ്ങൾക്കും കായിക മേഖലയുടെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുമെന്ന് ഖാദർ അലി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഈ പെരിന്തൽമണ്ണയിലെ കിഡ്നി രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അതിന് ഫണ്ട് ചെലവഴിക്കുന്നത്. കൂടെ തന്നെ ഈ പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഫുട്ബോൾ 20 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് സ്ഥിരമായി കോച്ചിങ് ക്യാമ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 ഗണത്തിൽപ്പെടുന്ന രൂപത്തിലാണ് ഈ സാമ്പത്തിക ലാഭത്തിൽ നിന്ന് ഞങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടനവധി പദ്ധതികൾ വേറെയും ഞങ്ങളെ ക്ലബിന്റെ പിന്നിലുണ്ട്. ഏതായാലും ഈ വർഷത്തെ ലാഭവിഹിതം പൂർണ്ണമായിട്ടും ഈ 2 ചികിത്സക്ക് വേണ്ടിയും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടിയും ചെലവഴിക്കും എന്ന് അറിയിക്കുന്നു. ഖാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും വിദേശത്ത് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 15, 16 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ 16 ടീമുകളെ പങ്കെടുപ്പിച്ചാണ് ടൂർണമെന്റ് നടത്തുന്നതെന്ന് ഖാദർ അലി ക്ലബ് ജനറൽ സെക്രട്ടറിയും ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനറുമായ പച്ചേരി ഫാറൂഖ് പറഞ്ഞു. ഈ 51ാമത് ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് ഈ വരുന്ന ഫെബ്രുവരി 15, 16 തീയതികളിൽ ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് സ്ട്രീറ്റിലുള്ള സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ഏകദേശം 16ഓളം ടീമുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. ആ ജിദ്ദയിലെ പ്രമുഖ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന ടീമുകളും കൂടെ തന്നെ നമ്മളെ പെരിന്തൽമണ്ണക്ക് സമീപമുള്ള തിലകം തിറൂക്കാട് എന്ന അറിയപ്പെടുന്ന വലിയൊരു ടീം തന്നെയാണ്. ആ ടീമും ഈ ടൂർണമെന്റിൽ മാറ്റിവെക്കുന്നുണ്ട്. ഈ കേരളത്തിലെ സെവൻസിൽ കളിക്കുന്ന ഒട്ടനവധി താരങ്ങൾ ഈ ടൂർണമെന്റിൽ കളിക്കാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ജിദ്ദയില്, സൗദി അറേബ്യയിലെ നിങ്ങൾക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിലെ മാറ്റം എന്ന നിലയിൽ സ്ത്രീകൾ മുൻനിരയിൽ നിന്നുകൊണ്ട് ആ ടൂർണമെന്റിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൗദി അറേബ്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീ സാന്നിധ്യത്തോടു കൂടി, സ്ത്രീ പങ്കാളിത്തത്തോടു കൂടി ഒരു ടൂർണമെന്റ് അവിടെ നടക്കാൻ പോകുന്നത്. അത് പുതുമയുള്ള ഒരു കാഴ്ചയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ക്ലബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി, ട്രഷറർ മണ്ണിൽ ഹസൻ, എച്ച് മുഹമ്മദ് ഖാൻ, അസീസ് മണ്ണേങ്ങൽ, യൂസഫ് രാംപുരം, കുറ്റിരി മാനുപ്പ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.